എല്ലാവരും പുല്ല് പറിച്ചു കളയുമ്പോൾ ഞാൻ പുല്ല് വെച്ചു പിടിപ്പിക്കുന്ന തിരക്കിലായിരുന്നു ആ ഞായറാഴ്ച. അങ്ങനെ നോക്കി നിൽക്കെ ദാ നമ്മുടെ കാട്ടിൽ നിന്ന് കോട ഇങ്ങനെ പൊന്തി പൊന്തി വരുന്നു. ആഹാ, എന്ത് മനോഹരമായ കാഴ്ച അല്ലേ. അപ്പോൾ എനിക്ക് തോന്നി കുറച്ച് പൂരി മസാല കഴിക്കണമെന്ന്. അങ്ങനെ നമ്മുടെ ഗോതമ്പ് പൊടിയും അതോടൊപ്പം തന്നെ മൈദയും കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പിട്ടിട്ട് ദാ നന്നായിട്ട് കുഴച്ച് മാറ്റി വെച്ച് പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ലഞ്ച് ആയാലും ഡിന്നർ ആയാലും പിറ്റേ ദിവസത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലാക്കൂട്ടോ. കാരണം സ്കൂളിലേക്ക് ശ്രീകുട്ടൻ്റെ ഈ വക സംഭവങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ കാലത്ത് ആ ഒരു ധൃതി ഉണ്ടല്ലോ അത് ഒഴിവാക്കുന്നത് കേട്ടോ. അമ്പലത്തിൽ പോയി ഭാഗ്യം വന്ന് ഒരു കുറി എനിക്കും കിട്ടി. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ പൂരി കുറച്ചെണ്ണം നമ്മൾ ഉണ്ടാക്കിയത് ഇങ്ങനെ ലെയറായിട്ട് ഒന്ന് തൊടാത്ത രീതിയിൽ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉരുളൻകിഴങ്ങ് ഉപ്പിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. സവോള അതോടൊപ്പം തന്നെ പച്ചമുളക് വെന്ത് നമ്മുടെ ഈ കിഴങ്ങിനെ ഉടച്ചെടുക്കുക, എണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക, കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുക. നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ അതിൽ ഇട്ട് കൊടുത്ത് ഏറ്റവും ലാസ്റ്റ് ഉടച്ച് വെച്ച ഉരുളൻകിഴങ്ങും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ മസാല റെഡി കേട്ടോ. ഇനി ഇവനെ കൂട്ടിപ്പിടിച്ചൊരു കഴിച്ചിട്ടുണ്ടെങ്കിൽ സംഭവം കിടും. ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ റെസിപ്പിയാണ്. ട്രൈ ചെയ്തോളൂ.